ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അടിപൊളി ചക്കയുടെ ഉണ്ടാക്കിയാലോ. നാട്ടിൽ നല്ല മധുരമുള്ള വരിക്കച്ചക്ക കുറച്ച് കിട്ടിയേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചപ്പം ആദ്യം മനസ്സിൽ വന്നത് ചക്കയുടെയാണ്. എനിക്ക് പിന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്കൊരു ബൗളിലേക്ക് ഒരു 2 കപ്പ് ആട്ട ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 കപ്പ് അരിപ്പൊടി, അതായത് 1 കപ്പ് ആട്ടയ്ക്ക് 1/4 കപ്പ് അരിപ്പൊടി. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. നമ്മൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചു വെച്ചിരിക്കുന്ന പഴുത്ത ചക്കയും മധുരത്തിന് ആവശ്യമായ ശർക്കര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായി കുഴച്ചെടുക്കാം. നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കിട്ടേണ്ടത്. നമുക്കൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്കിത് വാഴയിലേക്ക് ഇതേപോലെ സെറ്റ് ചെയ്യാം. ശരിക്കും വഷ്ണയില കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും സൂപ്പർ. കാരണം വഷ്ണയില വെച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഒരു സ്മെല്ലും ഒക്കെ നമ്മുടെ ഈ ചക്കയിടയ്ക്ക് കിട്ടും. ഇവിടെ വഷ്ണയില കിട്ടാൻ ഒരു വഴി ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ നമ്മൾ വാഴയിലയാക്കി. അപ്പോൾ പിന്നെ അങ്ങനെ ആവട്ടെ. ഇതേപോലെ നമുക്ക് ഇഡ്ഡലി പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. ഇനി നമുക്കിതൊരു 40-45 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, കുക്കിംഗ് ടൈം ഇത്രയും ആയതുകൊണ്ട് തന്നെ ആദ്യമേ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല മണം വരുന്നുണ്ട്. ഇനി വെയിറ്റ് ചെയ്യാൻ വയ്യ, നമുക്ക് തുറന്ന് നോക്കാം. എൻ്റെ അമ്മോ, തുറന്നപ്പോൾ ഒരു അപാര മണം തന്നെ. അപ്പോൾ നമ്മുടെ ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോടുകൂടാൻ കഴിച്ചാലുണ്ടല്ലോ, പിന്നെ ഒന്നും പറയാനില്ല. എങ്കിൽ പിന്നെ ശരി, വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ.